ഹായ് ഡിയേഴ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ. രാവിലെ ദോശയും തക്കാളി ചട്നിയായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് വെണ്ടക്ക കറിയും പിന്നെ പാവക്ക ഉപ്പേരി, പപ്പടം, രസം അതൊക്കെയായിരുന്നു. വൈകുന്നേരം ഒരു മുട്ട വെച്ചിട്ട് ഒരു ബജിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ റെസിപ്പികളൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ റെസിപ്പിയെ കുറിച്ച് ഇവിടെ പറയുന്നില്ല. വേറെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ സംസാരിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾക്ക് പലർക്കും ഇപ്പോഴും സങ്കടപ്പെട്ട് കൊണ്ടിരിക്കുന്നവരുണ്ടാവും. പക്ഷേ ചിലർക്ക് സങ്കടങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പം ഇപ്പോഴും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഓഡിയോ ഒന്ന് കേട്ട് നോക്കൂ കേട്ടോ. കുറച്ചെങ്കിലും ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വരുത്താൻ കഴിയും. കുറേ ആളുകൾ ജീവിക്കുന്നത് കുറ്റബോധമോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തെന്നുള്ള ഒരിതോ അല്ലെങ്കിൽ നാണക്കേടോ അങ്ങനെ സങ്കടങ്ങളോ ഒക്കെ ആയിട്ടാണ്. പലരും ഇന്നിലല്ല ജീവിക്കുന്നത്. ഇന്നലത്തെ കാര്യങ്ങൾ ആലോചിച്ചിട്ടോ അല്ലെങ്കിൽ നാളെ എന്താവുമെന്ന് ആലോചിച്ചിട്ടോ ഒക്കെയാണ് കേട്ടോ ജീവിക്കുന്നത്. പക്ഷേ അത് നേരെ മറിച്ചിട്ട് ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ഇന്നത്തെ സന്തോഷം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഒരു വിജയമായിട്ട് നമ്മൾ കാണേണ്ടത്. നമ്മൾ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഇന്ന് നമുക്ക് ഓരോ നിമിഷവും നമുക്ക് ആസ്വദിച്ച് ജീവിക്കാൻ കഴിയണം. അതാണ് കേട്ടോ വേണ്ടത്. ചിലർ കണ്ടിട്ടുണ്ടാവും, ചില ആളുകൾക്ക് പേടിയും ഉണ്ടാവില്ല, സങ്കടം ഉണ്ടാവില്ല. കാരണം അവർ ഇന്നലകളിലല്ല ജീവിക്കുന്നത്, അല്ലെങ്കിൽ നാളെക്കുറിച്ചുള്ള ഒരു ചിന്തകളോ ഒന്നും ഉണ്ടാവില്ല. കഴിഞ്ഞു പോയതിനെ പറ്റി ആലോചിച്ചിട്ട് വിഷമിക്കുന്നവർക്ക് മാത്രമേ സങ്കടം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നാളെക്കുറിച്ചുള്ള പേടി വേണ്ട, അല്ലെങ്കിൽ ഇന്നലെക്കുറിച്ചുള്ള സങ്കടം വേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ നിമിഷത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് സന്തോഷിക്കുക. നമ്മൾ പേടിയും സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. പിന്നെ ഒരുപാട് സങ്കടങ്ങളൊക്കെ വരുമ്പോൾ ഒരു പുഴയുടെ അടുത്തോ അല്ലെങ്കിൽ കായലിൻ്റെ അടുത്തോ ഒന്ന് പോയിരുന്നാൽ മതി കേട്ടോ. നെഗറ്റീവായിട്ട് ആരും ചിന്തിക്കേണ്ട. ഞാൻ പോസിറ്റീവായിട്ടുള്ള ഒരു അർത്ഥത്തിൽ മാത്രമാണ് കേട്ടോ അത് പറഞ്ഞത്. പിന്നെ സൂക്ഷിച്ച് അപ്പോൾ ആ കായലിലേക്കോ അല്ലെങ്കിൽ ആ പുഴയിലേക്കൊക്കെ സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങോട്ടോ ഒഴുകുന്ന പോലെ നമുക്ക് പുഴയെ കാണാൻ പറ്റും. ആ പുഴയിലെ പാറക്കെട്ടുകളും അല്ലെങ്കിൽ കല്ലും ഒക്കെ ഉണ്ടാവും. എന്നാലും അതിനെയൊക്കെ ഓവർകം ചെയ്തിട്ട് വളരെ സ്മൂത്തായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴയാണ് നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. കാരണം ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ഈ പാറക്കെട്ടുകളും കല്ലുകളും പോലെ തന്നെയാണ് നമ്മുടെ സങ്കടങ്ങളും പേടിയും ഒക്കെ. അതൊക്കെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുന്ന, എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അതിനെപ്പറ്റിയൊന്നും ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്നും അതൊന്നും നമുക്ക് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളാണ്. നമ്മളാണ് അതിനെയൊക്കെ തരണം ചെയ്തിട്ട് പോവേണ്ടത്. നമ്മുടെ സങ്കടങ്ങളും വേദനകളും ഒക്കെ ആ പാറക്കെട്ടുകൾ പോലെയാണ്. കാരണം നമ്മൾ അതിനെയൊക്കെ തരണം ചെയ്തിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതേപോലെ ഒരു വാചകം, വെളിച്ചം ദുഃഖമാനുണ്ണി തമസല്ലോ സുഖപ്രദം. ഈ വാചകം കേൾക്കാത്തവരുണ്ടാവില്ല അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ശരിക്കും നമ്മൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് സങ്കടം ഉണ്ടാവുമ്പോഴാണ് ആ ഒരു വെളിച്ചത്തിൻ്റെ കരുത്ത് ശരിക്കും നമ്മൾ അറിയുന്നത്. കാരണം സങ്കടം കഴിഞ്ഞിട്ടുണ്ടാവുന്ന സന്തോഷത്തിനാണ് കൂടുതൽ വെളിച്ചം നമുക്ക് അനുഭവപ്പെടുന്നത്. അത് അനുഭവിച്ചവർക്ക് ശരിക്കും അറിയണ്ടാവും. കാരണം ഒരുപാട് സങ്കടപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു ചെറിയ സന്തോഷമുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് അറിയുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കാനും അല്ലെങ്കിൽ നല്ലൊരു എനർജി നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്കൊക്കെ വരുന്ന പോലെ അനുഭവപ്പെട്ടിട്ടുണ്ടാവും. പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? അതുകൂടാതെ പിന്നെ കൂടുതൽ സങ്കടങ്ങൾ വരുമ്പോൾ പ്രാർത്ഥന നമുക്ക് വളരെ ഉപകാരപ്പെടും കേട്ടോ. പക്ഷേ നമ്മൾ ഒന്നേ പ്രാർത്ഥിക്കേണ്ടതുള്ളൂ. എത്ര വലിയ സങ്കടങ്ങൾ വന്നാലും അതിനെ നേരിടാനുള്ള ഒരു കരുത്ത് അല്ലെങ്കിൽ ഒരു ഭയമില്ലാതൊരു മനസ്സ് അത് നമ്മൾക്ക് തരണേ എന്നാണ് ശരിക്കും നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കേണ്ടത് അല്ലേ? അല്ലെങ്കിൽ എനിക്ക് സങ്കടം തരല്ലേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. സങ്കടം ശരിക്കും ഒരു ലൈഫിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് ഇത് എത്ര സങ്കടങ്ങൾ വന്നാലും അതിനെ നേരിടാനുള്ള ഒരു കരുത്ത് അല്ലെങ്കിൽ തളരാത്തൊരു മനസ്സ് എനിക്ക് തരണേ ദൈവമേ എന്നാണ് ശരിക്കും പ്രാർത്ഥിക്കേണ്ടത് കേട്ടോ.
പിന്നെ നമുക്ക് മറ്റൊരാളോട് പറയാം നമ്മുടെ സങ്കടങ്ങൾ ഇതേപോലെ ഉണ്ടായിരുന്നോ. പക്ഷേ ആ സങ്കടങ്ങൾ അവർക്ക് ശരിക്കും മനസ്സിലാവണമെങ്കിൽ അവരും അതേപോലെ സിറ്റുവേഷനിൽ കൂടെ പോയിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ ശരിക്കും അവർക്ക് നമ്മൾ പറയുന്ന ആൾക്ക് ശരിക്കും മനസ്സിലാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മളോട് തന്നെ പറയാം. ഒരു കണ്ണാടീൻ്റെ മുന്നിൽ നിന്നിട്ട് കുറച്ച് നേരം ഒറ്റയ്ക്ക് നിന്ന് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിക്കും നമ്മൾക്ക് ആരോടുന്നില്ലാത്തൊരു ആശ്വാസം കിട്ടും. ചിലപ്പം പറയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ആരും ഉണ്ടാവുന്നില്ല, എല്ലാവരും കൂടെ ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പം നമ്മളോട് തന്നെ പറയാം എന്തൊക്കെയാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ അത് നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് മാറ്റാൻ കഴിയും കേട്ടോ. പിന്നെ ചില സങ്കടങ്ങൾ ആരോടെങ്കിലും പറഞ്ഞാലും തീരാവുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് ആരോടെങ്കിലും പറയാൻ പറ്റുന്നു. പക്ഷേ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ അത് ഒരു മനസ്സോടെ ഏറ്റെടുക്കാനുള്ള ഒരാളോടായിരിക്കണം കേട്ടോ നിങ്ങൾ പറയേണ്ടത്. അപ്പോഴേ ഉള്ളൂ നമുക്ക് അതിൻ്റെ ആ ഒരു ഇത് കിട്ടുള്ളൂ. പിന്നെ സന്തോഷങ്ങൾ നമുക്ക് ഒന്നും തരുന്നില്ല കേട്ടോ, പക്ഷേ സങ്കടങ്ങളാണ് നമുക്ക് പലതും തരുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വിത്തൊന്ന് കുഴിച്ചിടണമെങ്കിൽ മണ്ണ് ഒന്ന് ഇളക്കി മാറ്റിയാൽ മാത്രമേ നമുക്ക് വിത്ത് കുഴിച്ചിടാൻ പറ്റുള്ളൂ അല്ലേ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിത്ത് കുഴിച്ചിടണമെങ്കിൽ ചിലതെല്ലാം നമുക്ക് ഇളക്കി മാറ്റുക തന്നെ. അതാണ് വേദനകളും സങ്കടങ്ങളും മാറുന്നത്. ഞാൻ പറഞ്ഞു വന്നതിപ്പോൾ സങ്കടങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ സന്തോഷം ഉണ്ടാവണമെങ്കിൽ ആ സന്തോഷത്തെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ആ സന്തോഷങ്ങൾ അത് പുറത്തു നിന്നും അകത്തേക്ക് വരുന്നതല്ല കേട്ടോ. സന്തോഷങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ളത്, അതായത് നമ്മുടെ ജീവിതത്തിൽ തന്നെയാണ് നമ്മുടെ സന്തോഷങ്ങളൊക്കെ ഉള്ളത്. അതാണ് നമ്മൾ കണ്ടെത്തി പുറത്തേക്ക് കൊണ്ടുപോകേണ്ടത്. സന്തോഷങ്ങൾ അകത്തു നിന്ന് പുറത്തേക്കാണ് പോവേണ്ടത്. അപ്പോഴേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇന്നലകളിലും നാളെകളിലുമല്ല ശരിക്കും നമ്മൾ ജീവിക്കേണ്ടത്. ഇന്ന് എന്താണോ അതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക, അതാണ് വേണ്ടത്. ജീവിതം നന്നായിട്ട് ആസ്വദിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. സാധാരണ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളൊക്കെ നാളേക്ക് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണല്ലോ പലർക്കും ഉണ്ടാവുന്നത്. പിന്നെ വരാനിരിക്കുന്ന എന്തോ ഒന്നാണ് പലരുടെയും ഒരു ജീവിതത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്. പക്ഷേ അതല്ല കേട്ടോ, വരാനിരിക്കുന്ന ഒന്നല്ല, ഇന്ന് എന്താണോ അതാണ് ജീവിതം. ഏറ്റവും സിമ്പിളായിട്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിലെ ഏറ്റവും വിലപിടിപ്പുള്ള പാത്രങ്ങൾ അല്ലെങ്കിൽ ബെഡ്ഷീറ്റുകൾ ഒന്നും നമ്മൾ ഉപയോഗിക്കാറില്ല അല്ലേ. അമ്മമാരോടൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ ആരെങ്കിലും വരുമ്പോൾ എടുക്കാം എന്ന് പറയും. ഈ ആരെങ്കിലുമൊക്കെ എന്ന് പറയുന്നത് ആരാണ്? ശരിക്കും അതിഥിന്നോ അല്ലെങ്കിൽ ഗസ്റ്റെന്നോ ഒക്കെ പറയാം അല്ലേ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ വീട്ടിലുള്ള അതിഥി ശരിക്കും നമ്മൾ തന്നെയാണ് കേട്ടോ. ഏറ്റവും നല്ല പാത്രത്തിൽ ഭക്ഷണം കഴിച്ചു, ഏറ്റവും നല്ല ബെഡ്ഷീറ്റ് വിരിച്ച് ഉറങ്ങിയും ശരിക്കും നമ്മളാണ് സന്തോഷം കണ്ടെത്തുന്നത്. കാരണം നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനങ്ങളാണല്ലേ അത്. അപ്പോൾ നമ്മൾ തന്നെയാണ് ഉപയോഗിക്കേണ്ടതും. നമ്മളുടെ സന്തോഷം വരാനിരിക്കുന്ന എന്തോ ഒന്നിൻ്റെ പേരല്ല, ഇപ്പോൾ കഴിഞ്ഞു പോയതിൻ്റെ പേരാണ് കേട്ടോ ജീവിതം. ചെറിയ കാര്യത്തിൽ സങ്കടപ്പെടാതെ വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും സന്തോഷം കണ്ടെത്താൻ നിങ്ങൾക്ക് പറ്റിയാൽ നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് ഞാൻ പറയും. ഇന്നത്തെ കത്തിവയ്ക്കൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് ഒരാൾക്കെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വിധത്തിൽ പ്രചോദനം ആവുകയാണെങ്കിൽ ഞാൻ ഹാപ്പി ആയിട്ടോ. അപ്പം അല്ലെങ്കിൽ ഇതൊന്നുകൂടെ ഒന്ന് കേട്ട് നോക്കാമെന്ന് നിങ്ങൾക്ക് തോന്നുക ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം വളരെ ഹാപ്പി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നന്ദി, നമസ്കാരം.